പുള്ളിൻ്റെ പറഞ്ഞു ഒരു ജൂൺ സമയം ബേബി ജനിക്കുന്ന ഒരു 1 month മുന്നേ ബേബി വയറ്റിലിരുന്നു കൊണ്ട് തന്നെ എൻ്റെ ലൈഫിലെ എന്നെ ഒരു വലിയ പാഠം പഠിപ്പിക്കും എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ എന്താ വയ്ക്കുന്ന ഒരു മദർഹുഡിലോട്ട് കയറുന്ന വല്ലതും ആയിരിക്കും, ഞാൻ ഛർദ്ദിക്കുന്ന വല്ലതും ആയിരിക്കും പുള്ളി ഉദ്ദേശിച്ചത്, ഇങ്ങനെ മനസ്സിലോട്ട് കൊടുത്തത്. എന്നിട്ട് പുള്ളി വേറൊരു ഡയലോഗ് പറഞ്ഞു, ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസ വെള്ളം ഒഴുകുന്നത് പോലെ ഒഴുകി പൊക്കോണ്ടിരിക്കുകയാണ്, പക്ഷെ താൻ അത് അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അശ്വിൻ്റെ അടുത്ത് ഷോപ്പിങ്ങിനെ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് ചിരിക്കുകയും ചെയ്തു ബ്ലോഗിനകത്ത്. പിന്നീടാണ് കറക്റ്റ് ജൂണിലാണ് ഈ പെണ്ണുങ്ങളുടെ കേസ് തൂക്കുന്നത്. കയ്യിൽ നിന്ന് വെള്ളം പോലെ പൈസ ഒഴുകി, പക്ഷെ ഞാൻ അറിഞ്ഞില്ല. പുള്ളി പറഞ്ഞ സത്യം, ബേബി വയറ്റിലിരുന്നപ്പോൾ ഞാനൊരു വലിയ പാഠം പഠിച്ചു. ആൻഡ് നമ്മളന്ന് ചെന്നൈയിൽ പുള്ളിയോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മണ്ണും തട്ടി പൊടിയും തട്ടി എണീച്ച് അങ്ങോട്ട് നടന്നില്ല. ജസ്റ്റ് നമ്മുടെ ബാഗൊക്കെ എടുത്ത് പുള്ളിയുടെ കയ്യിൽ തത്തയും കുറെ കിളിക്കൂടും എന്തൊക്കെയോ കൊണ്ടിരുന്നു, ഒരു പായും സാധനം. ഒരാൾക്ക് അതൊക്കെ പറക്കിയെടുത്ത് എണീക്കണമെങ്കിൽ പോലും ഒരു 10-15 മിനിറ്റെങ്കിലും എടുക്കും. നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് എണീച്ച് ജസ്റ്റ് ഫ്രണ്ടോട്ട് നടന്നിട്ട് തിരിഞ്ഞു നോക്കി പുള്ളി എണീച്ച് പോയോ ഇല്ലെന്നൊന്നും അറിയാൻ. തിരിഞ്ഞു നോക്കിയോ പുള്ളിയെ കാണുന്നില്ല അവിടെ.